ചില ആളുകൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടാൻ പ്രത്യേക ഒരു മനസ്സുഖമാണ്. ഞാൻ ട്രിപ്പിന് പോയിട്ടുള്ള ഫോട്ടോസിലും വീഡിയോസിലുമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആ കമന്റ് കാണാറുള്ളത്. നിങ്ങൾ ലോൺ എടുത്തിട്ടാണോ ട്രിപ്പിന് പോകുന്നത്? ഇങ്ങനെയൊക്കെ ട്രിപ്പിന് പോകാൻ മാത്രം പൈസ ഉണ്ടെങ്കിൽ വല്ല പാവങ്ങളെയും സഹായിച്ചൂടെയെന്ന്. ഈ ക്ലീഷേ ഡയലോഗ് കേൾക്കുമ്പോഴേ ഞാൻ ആളുടെ പ്രൊഫൈലിൽ കയറി ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്ത് കമന്റ് ഡിലീറ്റ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നന്നായി കഷ്ടപ്പെട്ട് ജോലി എടുത്തുണ്ടാക്കിയ പൈസയും കൊണ്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് എല്ലാം പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ മിക്ക സ്ഥലങ്ങളിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കളെ ആരോഗ്യത്തോടു കൂടെ കൊണ്ട് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദൈവം തമ്പുരാൻ സാധിച്ചും തന്നു. അല്ലാതെ ലോണോ ഫൈനാൻസോ കടം മേടിച്ചോ ഒന്നുമല്ല. ഈ കമന്റ് ഇടുന്നവർ നമ്മളെ ശരിക്കും അറിയുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ റീലും. ഇനിയിപ്പോ ലോൺ എടുത്തിട്ടാണ് ഇവരെ എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും അല്ലല്ലോ ലോൺ അടയ്ക്കാൻ പോകുന്നത്. എത്രയോ ആളുകൾ ഡെലിവറി സമയത്തും കൊച്ചുമക്കളെ മാത്രം നോക്കാനായിട്ടാണ് മാതാപിതാക്കളെ ഒന്ന് വിദേശത്ത് കൊണ്ടുവരുന്നത്. ആ ഒരു ഇന്റൻഷനിലല്ല ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ഞങ്ങളുടെ രണ്ടു മാതാപിതാക്കളെയും പല സ്ഥലങ്ങളിലേക്കും ട്രാവൽ ചെയ്യിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ കൊണ്ട് നിർത്തുന്നതും. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ സൂപ്പർ പ്രൗഡാണ്. ഇനി മുമ്പോട്ടും അവർക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമാണ്, ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത് പാരീസിലേക്കാണ്. ഞാൻ ലവിക്കൊണ്ടും അച്ചു നേരത്തെ പോയിട്ടുണ്ട് പല തവണ. പക്ഷെ ആദ്യമായിട്ടാണ് പപ്പായും മമ്മിയും റൂബിയും സെയിനും വരുന്നത്. റൂബി ഓൾറെഡി പോയിട്ടുള്ള സ്ഥലമാണ്, പക്ഷെ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പാരൻസ് ലണ്ടനിലുണ്ട്. അത് കൂടാതെ അച്ഛൻ്റെ സിസ്റ്ററും US നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അവരൊക്കെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒത്തിരി നല്ല ദിവസങ്ങളാണ് കിട്ടിയത്. പിന്നെ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ രണ്ടുപേരും മിസ് ചെയ്യുന്നുണ്ട്, റൂബിയുടെ ഹസ്ബൻഡ് സനീഷിനെയും അച്ഛൻ്റെ ബ്രദർ റെനിയും. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ 10 കൊല്ലത്തിന് ശേഷം ഈ പ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂ ഇയറും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കൂടിയത്. ഈ പ്രാവശ്യത്തെ പാരീസ് ട്രിപ്പ് നമ്മൾ 2 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ ഇവിടെ ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആണ് എടുത്തത്. ഈ ട്രിപ്പിന് പോകാൻ നേരത്തെ എന്തിനാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെവിക്കുട്ടിന് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് വേണ്ടി എന്തായാലും കുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് അധികം കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഡിന്നറും സെറ്റായി. നെക്സ്റ്റ് ഡേ രാവിലെ ലെവിക്കുട്ടിന് ഇഡ്ഡലി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാൻ വന്നത് ഈ സ്പോട്ടിലേക്കാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്കും പരിചയപ്പെടുത്തിയേ ഉള്ളൂ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ ഉള്ളത്. അഫോർഡബിൾ പ്രൈസും ആണ്. ബ്രഞ്ച് കഴിച്ചതിന് ശേഷം 1-2 സ്പോട്ടും കൂടെ ഞങ്ങൾക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു. സെക്യൂരിറ്റി അലേർട്സും അതുപോലെ തന്നെ എന്തൊക്കെയോ സ്ട്രൈക്കും കാരണം പിന്നെ വെതറും കൊള്ളത്തില്ലായിരുന്നു. നമുക്ക് ഫുൾ അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും കാണാൻ ആഗ്രഹിച്ച സ്ഥലം ഫസ്റ്റ് ടൈം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തതിന്റെ സന്തോഷത്തിലാണ്. പപ്പായും മമ്മിയും. പപ്പായ അത്യാവശ്യം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യും കേട്ടോ. പപ്പായുടെ അടുത്തുനിന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ആണ് ഇതെല്ലാം. 8 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അച്ചു പിന്നെ ലണ്ടനിലേക്ക് വരുന്നത്. അപ്പോൾ ഒത്തിരി പേരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ നമ്മൾ ഫെറിന്ന് ഇറങ്ങി ഡിന്നർ പ്ലാൻ ചെയ്തത് ജിതിന്റെയും ജിഷയുടെയും വീട്ടിലായിരുന്നു. അവർ ഗ്രാൻഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തത്. നട്ട പാതിരാത്രിക്ക് കയറി ചെന്നാലും സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് പോകുകൊണ്ട് വെൽക്കം ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമല്ലേ. അതാണ് ജിതിനും ജിഷയും. അപ്പോൾ അടുത്ത റീലിൽ കാണാൻ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.